ഒന്ന് പറഞ്ഞാട്ടെ, ആ കാർക്ക് പറഞ്ഞു കൊടുത്താട്ടെ. ഞാൻ പഴയ ജീവിതത്തില് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്നെ നല്ലവനാക്കിയത് ഈ ഫാദറാണ്. സുഗതൻ ഒരു കെട്ട് പൊട്ടിയ പട്ടമായിരുന്നു. സുഗതൻ ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. കമോണ്ട്രാ സുഗത, പറ. ഞാൻ പുലർകാലം പോലെ പാതിര വരെ നന്നായി കുടിച്ചിരുന്നു. ഒരു മുഴുനീള കുടിയനായിരുന്നു. വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇല്ലല്ലോ സുഗത, മദ്യത്തിന്റെ ലഹരിയിൽ സുഗതൻ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നല്ലോ. മോഷ്ടിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ സുഗതൻ, ഇങ്ങ പറഞ്ഞേ. സുഗതൻ ഒരു കള്ളനായിരുന്നു സുഹൃത്തുക്കളെ. സുഗതൻ ഇന്ന് ഇപ്പൊ മോഷ്ടിക്കത്തില്ല. സുഗതൻ ഒരു പുതിയ ജീവിതം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സുഗതൻ പിന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. സുഗത ഉണ്ടല്ലോ, പറ. സുഗതൻ എന്നാ തെറ്റൊക്കെയാ ചെയ്തെന്ന് സുഗതൻ ഇങ്ങ പറഞ്ഞു. സുഗതോ കൊന്നച്ചാ, കൊന്നു. ഞാനെല്ലാം തുറന്നു പറയാൻ പോവച്ചാ. പോളാസാദ് എന്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവന്റെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചില്ല. ആ വൈരാഗ്യം തീർക്കാനായിട്ട് രാത്രി മദ്യപാന സമയത്ത് ബീർ ബോട്ടിൽ തല്ലി പൊട്ടിച്ച് അവന്റെ പള്ളക്കിലെ കുത്തിക്കയറ്റി. ഈ കൈകൊണ്ട് ഞാൻ അവനെ കുത്തിയത്. അവൻ ചത്തു. ഞാൻ കൊന്നു. കോടതിന്റെ വെറുതെ വിട്ട്. കാരണം എന്താണെന്നറിയോ? രാത്രി കൊണ്ട് തെളിവുണ്ടായില്ല. പിന്നെ ഞാൻ കാശിനെ വിളിച്ചറിഞ്ഞു. പക്ഷെ മനസാക്ഷി കോടതിയില് ഞാൻ കുറ്റക്കാരനാണ്. കൊന്ന കുറ്റക്കാരൻ. എനിക്ക് മനസമാധാനം കിട്ടി. അച്ഛൻ എനിക്ക് തന്നു. കൊല ചെയ്തത് താനാണെന്ന് സുഗതൻ ധ്യാന കേന്ദ്രത്തിൽ ഏറ്റുപറഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയാസിൽ വൈറലായി. സ്വമേധയാ കേസെടുത്ത കോടതി സുഗതനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. വൈകുന്നേരത്തോടു കൂടി തന്നെ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് സുഗതനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. ഫാദർ ജോസ് കീരിക്കാടിന് നേരെ കൊലവിളി നടത്തിയാണ് സുഗതൻ അവിടെ നിന്നും പോയത്. എന്റെ കൂട്ടുകാരായി ഈ അച്ഛൻ്റെ അടുത്തൊന്നും തുറന്നു പറഞ്ഞേക്കരുത്, പണി പാടും.